നമസ്കാരം. കൂത്താട്ടുകുളം വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതിഷേധ ദിനാചരണം. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കൂത്താട്ടുകുളം ഏരിയയുടെ ആഭിമുഖ്യത്തിൽ കൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകികളെ മാതൃകാപരമായി ശിക്ഷിക്കുക, തൊഴിലിടത്തിൽ സ്ത്രീ സുരക്ഷ ഉയർത്തിപ്പിടിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സജേഷ് മാത്യു, സെക്രട്ടറി ഡോക്ടർ ബേസിൽ ജോണി, ട്രഷറർ ഡോക്ടർ ജാസ്മിൻ സാം, ഡോക്ടർ അഞ്ജലി ശ്രീകാന്ത്, ഡോക്ടർ റോബിൻ, ഡോക്ടർ അമൽ മേരി, ഡോക്ടർ രേഷ്മ, ഡോക്ടർ രമ്യ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നമ്മുടെ ഒരു സഹോദരി ഡോക്ടർ മമിത ഡ്യൂട്ടിക്കിടെ അതിദാരുണമായി പീഡനങ്ങൾക്ക് വിധേയമായി, ആക്രമണങ്ങൾക്ക് വിധേയയായി തൊഴിലിടത്തിൽ, ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിൽ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തെ പിന്തുടർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ അതിനെതിരെയുള്ള പ്രതിഷേധം കടുത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഡ്യൂട്ടിക്കിടെ മരണപ്പെടുന്ന ഡോക്ടർമാരും അതുപോലെയുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകളും മരണപ്പെടുമ്പോൾ അതിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂത്താട്ടുകുളം ഏരിയയും ആ ദുഃഖത്തിലും ആ പ്രതിഷേധത്തിലും പങ്കുചേരുകയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് രാപ്പകൽ അന്യേ സമയബന്ധിതമല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഡോക്ടർമാർക്കും ആശുപത്രി ജീവനക്കാർക്കും വേണ്ട സംരക്ഷണം നൽകുവാനും അതിനുവേണ്ട നിയമനിർമ്മാണങ്ങൾ നടത്തുവാനും നമ്മുടെ രാജ്യത്തെ നിയമനിർമ്മാണ സഭകൾ എത്രയും വേഗം തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും, അതുപോലെ തന്നെ ഇത്തരം ദാരുണ കൃത്യങ്ങൾ നടത്തുന്ന ആളുകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ അന്തസ്സും അതുപോലെ തന്നെ സുരക്ഷിതമായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയും സംജാതമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നമ്മൾ പ്രതിഷേധിക്കുകയാണ്. Safety for hospital staffs. We want justice. We want justice. കൂത്താട്ടുകുളം സെന്റ് മേരീസ് ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരും ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കാളികളായി. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.